22, 23 ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം പെരിന്തൽമണ്ണയിൽ. ഇവിടെ അസ്സലാത്തു അലൻ നബി ഓതിയതുപോലെ നമുക്ക് അവിടെ ഇരുന്ന് ഇൻഷാ അല്ലാഹ് സലാത്തു ചൊല്ലി അവസാനം ഇൻഷാ അല്ലാഹ് മൗലൂദൊക്കെ ഓതി ഇൻഷാ അല്ലാഹ് കാര്യമായ ദുആ. ഏതായാലും നമ്മുടെ വാർഷിക പ്രഭാഷണമാണ് അവിടെ നടക്കുക. എല്ലാവരും ഇൻഷാ അല്ലാഹ് എത്തണം എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും വിളിക്കുകയാണ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ദുആയിലോട്ട് കടക്കാം. എല്ലാവരും ആഗ്രഹത്തോടെ, അലസതയൊക്കെ വിട്ട് പടച്ച റബ്ബേ ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾക്ക് കിട്ടണം എന്ന ആഗ്രഹത്തോടെ എല്ലാവരും ദുആയ്ക്ക് വേണ്ടി തയ്യാറെടുക്കി. അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. പിന്നെ ഒരാളെയും കൂടെ ഞാൻ നിങ്ങളെയും കൂടെ ഇൻഷാ അല്ലാഹ് ക്ഷണിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരു പ്രസംഗത്തിനോട് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ലോങ് ആണ്, ഇച്ചിരി വരും എല്ലാവരും. ലോങ് ആണ്, ടു ലോങ്. എവിടെയാണേലും വരും. അയിനമാക്കാനും ഈ മശാരിക്കില്ലാതില്ല മകാരിബിഹ. എൻ്റെ ജന്മനാട്ടിൽ ഈ മാസം 29, 30 എൻ്റെ പ്രഭാഷണം നടക്കുന്നത് കാഞ്ഞാർ. എൻ്റെ ജന്മനാട് ഇടുക്കി ജില്ലയാണ്, കാഞ്ഞാർ. ഞാനിപ്പോൾ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്, 10 വർഷമായി. ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. എൻ്റെ ജന്മനാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ടൊരു 10 വർഷമായി. നാട് തന്നെ അല്ലേ. അപ്പോൾ നാട്ടുകാർ മുഴുവൻ പരാതി പറഞ്ഞ് ലോകം മുഴുവനും നിങ്ങൾ അത് പറയും. നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ട് കാഞ്ഞാർ ഒരു കൊച്ചു പുഴയുണ്ട്. ആ പുഴയുടെ തീരത്താണ് എൻ്റെ ഒരു കൊച്ചു മൺവീടുണ്ടായിരുന്നു. പണ്ട് ഞാൻ പിച്ച വെച്ചാണെന്ന് എൻ്റെ വീട്. ഇപ്പോഴും അതുണ്ട്, പിച്ചിലൊക്കെ നന്നായി. ആ പുഴയുടെ തീരത്ത് ഇൻഷാ അല്ലാഹ് 29, 30 പകലുണ്ട്. വിഷയം കാഴ്ചയ്ക്കപ്പുറം. കഴിയുന്ന സഹോദരങ്ങളൊക്കെ വിളിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ജില്ല ഏതായാലും മലപ്പുറം അല്ലേ. ഇവിടുന്ന് നേരെ എറണാകുളം, അല്ല എറണാകുളം പറയണ്ട, ഇവിടെ നേരെ അങ്കമാലി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നേരെ അങ്കമാലി, തൃശ്ശൂർ അങ്കമാലി നേരെ ഇടത്തോട്ട് പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, തൊടുപുഴ എത്തിയാൽ നേരെ ഇടുക്കിക്ക് പോകുന്ന റൂട്ടിൽ വെച്ച് പിടിക്കുക. 16 കിലോമീറ്റർ കഴിയുമ്പോൾ കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ എത്തി. അതുപോലെ 29, 30 കൂട്ടായിക്കാർ വരും. അവരിങ്ങനെ ലോറിയായിട്ട് ഇൻഷാ അല്ലാഹ് പറയണക്ക്. ഇവിടെ കുറേ ഒരേപോലത്തെ തോർത്തിട്ട കുറേ ആളുകളുണ്ട്. ഒരു നാട്ടിൽ നിന്ന് വന്നാണ്, ഇവിടെ വന്നിട്ട് തോർത്ത് മേടിച്ചാണ്. ഇവിടെ വന്നിട്ട് ഒരേപോലത്തെ തോർത്തിട്ടിരിക്കുന്ന ഒരേ ആളുകൾ. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ യൂണിഫോം ആയിരിക്കും. ഇൻഷാ അല്ലാഹ് 22, 23 ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന് വരുമ്പോൾ എൻ്റെ ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാര്യമായിട്ട് ദുആ ചെയ്യുന്നുണ്ട്. എല്ലാ സദസ്സിലും നമ്മുടെ ഈ സ്നേഹം ഒരു അള്ളാഹുവിൻ്റെ ആഖിറത്തിന് വേണ്ടിയാവും. ഇൻഷാ അല്ലാഹ് വഅദിന് വരുമ്പോൾ ഒരു വെള്ളത്തൊപ്പി തലയിൽ എല്ലാം ഇപ്പോഴും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഉണ്ടാവില്ലേ? പെരിന്തൽമണ്ണ വരുമ്പോൾ ഹുബ്ബുർ റസൂൽ വരുമ്പോൾ പറയാം. അപ്പം അത് നിങ്ങൾ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പറയും. ഫെബ്രുവരി 18-ാം തീയതി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് വാക്കവി ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയും. അത് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലാലും പറയും. നമ്മൾ പരസ്പരം ഞങ്ങൾ രണ്ടുപേരും അടുത്ത കൂട്ടുകാരാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാർ. ഒരു ദിവസമെങ്കിലും ഞങ്ങൾ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വിളിക്കുക, എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കും. എല്ലാ ദിവസവും പരസ്പരം വിളിക്കുന്ന ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ചില ആളുകൾക്കൊക്കെ തോന്നാറുണ്ട് രണ്ടുപേരും തമ്മിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ. പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി മത്സരമുണ്ട്. ഞാനും പറയും, അത് ഞാൻ പറയും നിൻ്റെ റെക്കോർഡ് ഞാൻ തകർക്കുമെന്ന് പറയും. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണമാണ്. അത് പ്രസംഗത്തിൽ വാശി ഉണ്ടാവുമല്ലോ, ആർക്കാണേലും ഉണ്ടാവും. ഞങ്ങൾ പരസ്പരം പറയും. ഒരു വാതിന് പോയി പിറ്റേ ദിവസം ഞാനാണ് വിളിക്കുക, അങ്ങനെ ഉണ്ടായിരുന്നു, ആളൊക്കെ ഉണ്ടായിരുന്നു, റാഹത്തായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു, അത് 15,000. ഞാൻ നിൻ്റെ റെക്കോർഡ് ഞാൻ തകർത്തിരിക്കും. ഞാൻ ആദ്യമാണ് എന്നോട് വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ റെക്കോർഡ് ഞാൻ തകർക്കുമെന്ന് പറയും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു സ്നേഹത്തോടെയുള്ള സൗഹൃദ സംഭാഷണം എന്നതിലപ്പുറം ഞങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തിലുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് അള്ളാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. 3 ആമക്കളാണ്. ഉസ്താദെ എപ്പോഴും ദുആ ചെയ്യണമെന്ന് എന്നോട് വസിയത്തിട്ടുണ്ട്. അള്ളാഹു 3 പേരെ ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ. അള്ളാഹു ജീവിതത്തിൻ്റെ വാപ്പയും ഉമ്മയും അള്ളാഹു ആരോഗ്യത്തിലുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഇൽമിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു പ്രഭാഷകനാണ്. ഇൻഷാ അല്ലാഹ് 18-ാം തീയതി ഇവിടെ അദ്ദേഹത്തിൻ്റെ പരിപാടി നിഅമ ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് നിഅമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.
നിഅമയ്ക്കും അള്ളാഹു നിഅമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം ഇവിടുത്തെ പ്രവർത്തകർ തന്നെയാണ്. അള്ളാഹു ആ പ്രവർത്തനത്തെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ പ്രഭാഷണത്തിലൂടെ അള്ളാഹു ഈ നാടിന് ഹിദായത്തും വെളിച്ചവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അള്ളാഹ് ആ പ്രഭാഷണത്തിൽ പങ്കെടുക്കണം. ധാരാളം ആളുകൾ 6666 രൂപ സദക്ക നൽകിയിട്ടുണ്ട്. ഭാര്യയുടെ രോഗശിഫയാവാൻ വേണ്ടി. കൂടുതൽ പിരിവൊന്നും ഈ സദസ്സിലില്ല, ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞു നൽകുന്നതാണ് ഈ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6666 രൂപ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം 10,000-കണക്കിന് 30,000-ത്തിലധികം ആളുകൾ സദക്ക ചെയ്ത് ഇതാ ഇവിടെ അവർ കൊണ്ടുവന്ന് തന്ന സദക്കുകളാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ എഴുന്നേറ്റിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദെ 6666 രൂപ ഈ സദസ്സിലേക്ക് ഒരുപാട് പേപ്പറുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാമൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. നീ എടുത്തു വെക്ക അലിയെ, അള്ളാഹു കബൂലാക്കട്ടെ. അലിയൊരു പാവം വല്ലാതെ കഷ്ടപ്പെടുന്നതാണ് ഈ സദസ്സിന് വേണ്ടി. അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. ഇതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഫൈസി, അള്ളാഹു ഭാര്യയ്ക്ക് അള്ളാഹു എല്ലാവിധ ആഫിയത്തും നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളും അദ്ദേഹത്തിന് അള്ളാഹു നൽകട്ടെ. സ്വന്തമായിട്ടൊരു കടപ്പാടവും ഖൈറും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം സഹോദരങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് 6666 രൂപയുടെ എത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നായി നമുക്കെടുത്ത് ദുആ ചെയ്യാം. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും ഒന്ന് ആഗ്രഹത്തോടെ നമുക്കും കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഈ സദസ്സിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഉസ്താദെ 6666 രൂപ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുക. പിന്നീട് സംഘാടകരെ എത്തിച്ചാൽ മതി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇതിൻ്റെ ആഗ്രഹം അള്ളാഹു അദ്ദേഹത്തിന് സാലിഹായ സന്താനങ്ങൾ നൽകട്ടെ. 15 വയസ്സുള്ള മകന് 6 മാസത്തോളമായി ചെറിയ മാനസിക പ്രശ്നമുണ്ട്. ഷിഫയാവാൻ വേണ്ടി 6666 രൂപ. അവസാനം എല്ലാം കൂടെ കൂട്ടി ദുആ ചെയ്യാം. അതോടൊപ്പം വായിക്കുകയാണ്. അള്ളാഹു അവരുടെ മകൻ്റെ മാനസിക പ്രയാസം ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കുമാറാകട്ടെ. ഉമ്മയുടെ നിസ്കാരത്തിലുള്ള പ്രശ്നം മാറാൻ വേണ്ടി സദക്ക ചെയ്ത മകൻ അള്ളാഹു അത് പൂർണ്ണമായി മാറ്റി കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ സഹോദരന് പിടിപെട്ട മാരകമായ രോഗശിഫയാവാനും രോഗങ്ങൾ കുടുംബത്തിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ മകളുടെ വിവാഹത്തിന് വേണ്ടി ശരിയാകാൻ വേണ്ടി ഒരു സഹോദരി സദക്ക ചെയ്തിട്ടുണ്ട്. മകൻ ശരിക്ക് നിസ്കരിക്കില്ല, വീട്ടിൽ നേരത്തെ എത്തുകയില്ല. അങ്ങനെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരി ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ വേണ്ടി സദക്ക നൽകിയിട്ടുണ്ട്. 6666 രൂപ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മകനെ ഇന്നു മുതൽ അള്ളാഹു നിസ്കാരമുള്ള മകനാക്കി കൊടുക്കട്ടെ. മനസ്സിനെ നന്നാക്കി കൊടുക്കട്ടെ. അള്ളാഹുടെ മകളുടെ വിവാഹം എടുപ്പ് നൽകി നടത്തി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തും നൽകി ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഭാര്യയുടെ അസുഖം മാറാനും എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്ക്. ഭാര്യയുടെ അവിടെ മൈക്ക് തള്ളല്ലേ. ഭാര്യയുടെ അസുഖം മാറാനും സഹോദരിക്ക് കുട്ടികൾ ഉണ്ടാവാനും മറ്റു സഹോദരി വിവാഹം ശരിയാൻ വേണ്ടി 6666 രൂപ. ഭാര്യയുടെ അസുഖം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. സഹോദരി വിവാഹം അല്ലാഹു ശരിയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദുആയിലും ഉൾപ്പെടുത്താം. അല്ലാഹു കബൂലാക്കട്ടെ. മകൾ സീനത്തിന് 15 വർഷമായി മാനസിക രോഗം പിടിപെട്ടു. അനേകം ചികിത്സയും മറ്റും സാമ്പത്തിക നടത്തി ഡോക്ടറെ ചികിത്സയിലാണ്. പൂർണ്ണമായി ശിഫയാവാൻ വേണ്ടി കല്യാണം കഴിഞ്ഞത് ഒഴിവാക്കിയിരിക്കുകയാണ്. സുഖം പ്രാപിച്ച് കല്യാണം ശരിയാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാനസിക അസുഖം മാറ്റി ആ കുട്ടിക്ക് അള്ളാഹു റാഹത്തായ ഒരു സാലിഹായ ഭർത്താവിനെ നൽകി അനുഗ്രഹിക്കട്ടെ. 15 വർഷമായി കുട്ടികളില്ലാത്തൊരു സഹോദരി 6666 രൂപ സദക്ക നൽകിയിട്ടുണ്ട്. അള്ളാഹുർക്ക് സാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 3 മോതിരം സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ സംഭാവനകളെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രതിഫലവും അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരി സ്വർണ്ണമോതിരം, ഭർത്താവിന് ഒരുപാട് കടങ്ങളുണ്ട്. ഓരോ കടം വരുമ്പോൾ അടുത്ത കടം വരികയാണ്. മാറാൻ വേണ്ടി ശമ്പളത്തിൽ ബറക്കത്തിനാൻ വേണ്ടി സഹോദരി അള്ളാഹു കടങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ഭർത്താവിന് ഹലാലായ വരുമാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ സഹോദരി സ്വർണ്ണമോതിരം സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി സദക്ക ചെയ്ത ഓരോ സഹോദരങ്ങളും ധാരാളം ആളുകൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ കബൂലാക്കി കൊടുക്കും. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യമായി ദുആ ചെയ്യണം. ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. വായിക്കാൻ നിന്നാൽ ഇന്നത്തെ കൊണ്ട് തീരുമില്ല. പക്ഷേ എല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ പരമാവധി അത് വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഉമ്മാൻ്റെ അസുഖം മാറാനും ജോലി ശരിയാനും വിവാഹം പെട്ടെന്ന് നടത്താൻ വേണ്ടി ദീർഘായുസ്സിന് വേണ്ടി 6666 രൂപ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ഇവിടെ നിയത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഈ സദസ്സിലേക്ക് ഒരു 6666 രൂപ വാഗ്ദാനം ചെയ്യേണ്ട സദസ്സിൽ നിന്ന് കൈവയ്ക്കാൻ മതി.
ഇൻഷാ അല്ലാഹ് ഞാൻ ഉസ്താദെ 6666 ഈ സദസ്സിലേക്ക് വാഗ്ദാനം ചെയ്ത് പിന്നീട് കൊടുത്താൽ മതി സംഘാടകരുടെ കയ്യിൽ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഏതൊരു സദസ്സിലും ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. എത്രയോ അത്ഭുതങ്ങൾ നടന്നു ഈ 6666 അൽഹംദുലില്ലാഹ് തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. ഇത്ര ഇതാ ഒരു സഹോദരൻ 6666 അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഏത് ആഗ്രഹം മനസ്സിലാണെങ്കിലും അള്ളാഹുവേ നീ കബൂലാക്കി ആ ആഗ്രഹത്തെ നീ സബലീകരിച്ചു കൊടുക്കണേ. അള്ളാഹുവേ പടച്ചവനെ അവസാനം വരെ ഈ സ്വലാത്ത് 10 സ്വലാത്ത് മുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അതിന് പങ്കെടുക്കാൻ ഒരു 6666 സലാത്തിൽ ഇത്രയും ആളുകൾ നോക്ക്, 10-20,000 ആളുകളുണ്ട്. ഈ പറമ്പ് മുഴുവനും പാടം മുഴുവനും നിറഞ്ഞു കവിഞ്ഞൊടുകയാ. ഒരേ സമയത്ത് സലാത്ത് ഉയരുകയാ. റബീന്റെ ദിവസമാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഒരു സംഭാവന, സ്വർണ്ണമോതിരം, സ്വർണ്ണവള. ഉസ്താദെ ഈ ദിവസം 10 സലാത്തിൽ 10,000 ദുആ ചെയ്യുമ്പോൾ എന്റെ ആഗ്രഹം നടക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ശതനിയാര 6666 തഖബ്ബൽ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. ആ കയ്യിലിരിക്കുന്ന കുഞ്ഞുമോനെ അള്ളാഹു 6666 ആയത്ത് പഠിച്ച് ഹാഫിളാക്കി കൊടുക്കട്ടെ. ഇവിടെ ഒരു സഹോദരൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതാഗ്രഹമാണെങ്കിലും കബൂലാക്കട്ടെ. ഇതാ വേറെ ചെറുപ്പക്കാരൻ അള്ളാഹു നല്ല വരുമാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, നല്ല ഭാവി കൊടുക്കട്ടെ. ആ നല്ല മക്കളെ പ്രസവിച്ച ഉമ്മ വാപ്പയ്ക്ക് അള്ളാഹു നല്ല ആഫിയത്ത് നൽകുക. ഒരാളോ കൈവക്കില്ല, വരാ അതാ ബാക്കിൽ ഒരാൾ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവെ സ്വീകരിക്കണേ. അല്ലാഹ് ഈ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരെ ആഗ്രഹങ്ങൾ എത്ര നിരാശയായതാണെങ്കിലും അള്ളാഹുവെ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ 1,00,000-ലധികം സ്വലാത്ത്, 10,000 ആളുകൾ 10 സ്വലാത്ത് ചൊല്ലിയാൽ 1,00,000-ലധികം സ്വലാത്ത്, 20,000 ആളുകൾ 2,00,000 സ്വലാത്ത് ഇവിടെ ഒരേ സമയത്ത് മുടങ്ങുമ്പോ അള്ളാഹുവെ നീ അതിന്റെ ബറക്കത്ത് കൊണ്ട്, ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ. അള്ളാഹുവെ നീ ആരപ്പെട്ടെന്ന് പറഞ്ഞോളി. തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതാ ഒരു അള്ളാഹുവെ ആ മനസ്സിൽ എന്താ ആഗ്രഹമാണോ നീ കബൂലാക്കി കൊടുക്കണേ. അള്ളാഹുവെ ഇതാ ഒരു ഉസ്താദ് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതാഗ്രഹ പുറകിലൊരു സഹോദരൻ കൈ നോക്കി തീരുമാനിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കി. ഒരുപാട് കൈകളുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. ഇതാ പുറകിലൊക്കെ ഉണ്ട്. സംഘാടകരൊന്ന് അങ്ങോട്ട് പോയി. ഇത് റാഫി അങ്ങോട്ട് പോയാ നീ അനൗൺസ്മെന്റ് ചെയ്യാൻ മാത്രം നിങ്ങൾ ഓടും. നല്ല സൗണ്ടാണ്. അള്ളാഹു നല്ല ഖൈറുകൾ കട്ടെ. അള്ളാഹു ജീവിതത്തിൽ ബറക്കത്ത് നൽകും. ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ വെച്ച് തന്നു. അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കും. ബാക്കിലോട്ട് പോയി പെട്ടെന്ന് കൈവക്കളെ സലാത്തിലേക്ക് മുടങ്ങുന്നുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. ഈ സലാത്ത് മുടങ്ങുമ്പോൾ ഒരു സ്വർണ്ണാഭരണം ഒരു ഉസ്താദെ ഈ പാവങ്ങൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞാൽ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഊരി ഇങ്ങോട്ട് പറഞ്ഞു. സ്ത്രീകൾ ഭാര്യയുടെ വയറ്റിലൊരു അസുഖം ഉണ്ട്, അത് മാറാൻ വേണ്ടിയാണ് സഹോദരൻ. അള്ളാഹു ഇത് പൂർണ്ണ ശിഫ നൽകട്ടെ. ഉറക്ക ആമീൻ പറയും. നിങ്ങളുടെ ആമീന് വേണ്ടി ഉറക്ക സലാത്തും ചൊല്ലണം. ഞാൻ 20,000 പേര് 10 സലാത്ത് എന്ന് പറയുമ്പോൾ 2,00,000 ആകുന്ന നിങ്ങൾ ഓരോരും ആ കണക്കിൽപ്പെട്ട ആളാണ്. അള്ളാഹു അതിൻ്റെ പ്രതിഫലം നമുക്കും തരട്ടെ. ഏതായാലും എന്നെ അള്ള വിടൂല്ല. പുറകത്ത് നീരെ സലാത്തൊക്കെ ചൊല്ലിപ്പിച്ച ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങോട്ടാക്കിയ അള്ളാഹു പ്രതിഫലം തരട്ടെ. പക്ഷേ ഇതേപോലെ പെരിന്തൽമണ്ണയിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് സലാത്തിയല്ലോ. പക്ഷെ അത് എത്തൂല എല്ലാവരും. സഹോദരിമാരും പറഞ്ഞ അള്ളാഹു കബൂലാക്കട്ടെ. ആ സഹോദരിയുടെ വയറ്റിൽ അസുഖം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. സഹോദരിമാർ 6666 അല്ലെങ്കിൽ ഒരു സ്വർണം. നിങ്ങൾ എന്താണ് പറഞ്ഞത്? സംഘാടകർ ആരെങ്കിലും അവിടെ ഉണ്ടാവും, കൊടുത്തേക്ക് നുറക്കെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ 2 ദിവസം ഇവിടെ എത്തി പ്രസംഗം നടത്തി അൽഹംദുലില്ലാഹ് ഈ സംഘാടകരെ ത്യാഗം അള്ളാഹു കബൂലാക്കട്ടെ. അതോടൊപ്പം തന്നെ 2 ദിവസം നല്ല താമസമൊരുക്കിയത് നമ്മുടെ കുഞ്ഞാപ്പയുടെ വീട് അള്ളാഹു നല്ല പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞാപ്പയുടെ ഉമ്മ പ്രത്യേകം മോളുടെ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ പ്രയാസവും അസുഖവും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. മക്കൾ മൂത്രമൊഴിക്കുന്ന ഒരു അസുഖമുള്ളൊരു സഹോദരൻ പ്രത്യേകം പെൺമക്കൾക്ക് വേണ്ടി സദക്ക നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് മാറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എഴുതിക്കോളും, കുഴപ്പമില്ല. എവിടെ? അവിടെ നിൽക്കുന്നവര് 5 ദിക്റ അത് പറഞ്ഞെടുക്കാൻ. യാ അവ്വലൽ അവ്വലീൻ വയാ ആഖിറൽ ആഖിരീൻ വയാ ദൽ ഖുവത്തിൽ മത്തീൻ വയാ ഖൈറർ റാസിഖീൻ വയാ അർഹമർ റാഹിമീൻ. ഇതാണ് 5 ദിക്ർ. പതിവായി ചൊല്ലിക്കോളിൻ. എന്തൊക്കെ ബീറുസ്താദിന് വേണ്ടി ദുആ ചെയ്തു. اللهم صل على محمد أعداد رمل ثرى وسلم صلى الله لما على غدنا محمد خير الرسل طه المكرم صلى الله محمد صلى الله عليه وسلم
മാലേ ഹബീബുൻ സിവാ മുഹമ്മദ് യൗമൽ അമാനി ബിഹി തഹസ്സം സല്ലല്ലാഹു على السماء سماء محمد جبريل قال له تقدم صلى الله بين الضلال جلا محمد بدر لنور الهدى متمم صلى الله جاداري الهدى محمد ترك الصلاة ولم يصيم صلى الله ميلاد سيدنا محمد القرى بلد معظم صلى الله أعمار سيدنا محمد 60 في معظم صلى الله في الحشر شافعنا محمد في الحشر شافعنا محمد يوم القيامة لي أنعم صلى الله اشفع إلى الله يا محمد يوم الحوان به تغسم صلى الله اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله على محمد والآل أهل البيت سلم അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഏതൊക്കെ ആഗ്രഹങ്ങൾ, ഏതൊക്കെ പ്രയാസങ്ങൾ, ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ, ഏതൊക്കെ മനസ്സിൽ കരുതിയാണോ ഇവിടെ ഈ സഹോദരങ്ങൾ സദക്ക നൽകിയത്, ഇതിന് പങ്കെടുത്തത്, ഒന്നുമില്ല ഉസ്താദെ, 1 രൂപയുടെ നാണയമെങ്കിലും ഈ സദസ്സിന് നൽകിയവർ, അതിനും കഴിഞ്ഞില്ല ഈ സദസ്സിന് വേണ്ടി ദുആ ചെയ്തവർ, മകളുടെ കല്യാണം ഭംഗിയായി നടക്കാൻ വേണ്ടി 3000 രൂപ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മകളുടെ കല്യാണം എളുപ്പത്തിൽ അള്ളാഹു നടത്തി കൊടുക്കട്ടെ. ഏതൊക്കെ ആളുകൾ സദക്ക ചെയ്തു അവരുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ, ആഗ്രഹങ്ങൾ സബലീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിനീതന്റെ സദസ്സിലെത്തുന്ന എല്ലാ സഹോദരങ്ങൾ, കാസറ്റുകൾ കേൾക്കുന്നവർ, യൂട്യൂബിലൂടെ കേൾക്കുന്നവർ, ഗൾഫിൽ നിന്ന് എത്രയോ സഹോദരങ്ങൾ യൂട്യൂബിൽ പ്രസംഗം കേട്ടു ഉസ്താദെ എന്ന് വിളിച്ച് കഷ്ടപ്പെട്ട്, ഇന്നൊരാൾ ഞാൻ കുഞ്ഞാപ്പാടെ വീട്ടിലിരിക്കുമ്പോൾ വിളിച്ചു, ഉസ്താദെ പേരൊന്നും പറയണ്ട, ഈ നാടിൻ്റെ അടുത്ത താമസിക്കാനിക്കുന്നതാണ് ഉസ്താദ്, ഗൾഫിലാണ്, ഇത്തിരി മദ്യപാനമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയതൊക്കെ കുടിച്ചു കളഞ്ഞു, പക്ഷെ ഉസ്താദിൻ്റെ കാസറ്റ് കേട്ട അന്ന് മുതൽ അതൊക്കെ നിർത്തി, ഇപ്പം നല്ലവനായിട്ട് ജീവിക്കുക, ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഈ ശരീരത്തിന് ആഫിയത്തൊന്നും ഇല്ലെങ്കിലും പിന്നെയും വാത് പറയണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അള്ളാഹു 10,000 ആളുകൾ കേരളത്തിൽ നന്നാവാൻ ഈ ശബ്ദം കാരണമായിട്ടുണ്ട്. അള്ളാഹുവേ, നീ അതിൻ്റെ പ്രതിഫലം നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങളെ ഇരു കൂട്ടരെയും നിന്റെ പാതയിലൂടെ സഞ്ചരിച്ച അള്ളാഹുവേ. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദെ ആ നഷ്ടപ്പെട്ടു പോയ പടമയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു ആയിട്ട് ഇറക്കി തന്നാണ് നിങ്ങളെ രണ്ടുപേരെയും. അള്ളാഹു ഞങ്ങൾക്ക് ഇരുവർക്കും അള്ളാഹു അതിൻ്റെ തൗഫീക്ക് നിലനിർത്തി തരട്ടെ, ശബ്ദം നിലനിർത്തി തരട്ടെ, അള്ളാഹു ആഫിയത്ത് നിലനിർത്തി തരട്ടെ, ഈ സദസ്സിനെ അള്ളാഹു ഇങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. സന്തോഷമുണ്ട് ഉസ്താദെ, ദുആയിൽ പങ്കെടുത്തപ്പോൾ അതൊക്കെ മാറി എന്ന് കേൾക്കുമ്പോണ്ടാകുന്ന സന്തോഷം അള്ളാഹു അവസാനം വരെ നിലനിർത്തി തരുമാറാകട്ടെ. പണ്ട് ഏറ്റവും വലിയ ഗാനമേള കാണാനും നാടകം കാണാനും ഇങ്ങനെ ഒരു സദസ്സ് കണ്ടിരുന്നതിൽ നിന്ന് മാറി ഇന്ന് വഅ്ള് കേൾക്കാൻ ഇങ്ങനെ ഈ പാടത്തിന് ഒരാൾക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും വലിയൊരാൾക്കൊട്ട് ഈ സദസ്സിലെത്തുമ്പോൾ അള്ളാഹുവേ നീ അത് നിലനിർത്തി തരണം എന്ന ദുആയോടുകൂടി ഒരൊറ്റ കാര്യം കൂടി, നിങ്ങളുടെ ദുആയിൽ ഈ പാവപ്പെട്ടവനെ കൂടി നിങ്ങളെപ്പോഴും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കളെയും ഒക്കെ നിങ്ങൾ ഓർക്കണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. എൻ്റെ എല്ലാ ദുആയിലും നിങ്ങളുണ്ടാവും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ തൗഫീക്ക് നൽകും.